ഹലോ ഗായ്സ്, രാവിലെ ഇന്ന് അത്ത ഒന്നാട് രാവിലെ നല്ലൊരു അന്തരീക്ഷമൊക്കെ ആയിട്ട് മഴയൊന്നുമില്ല, നല്ല അന്തരീക്ഷം. അപ്പോൾ രാവിലെ പോയി ഞാൻ ഇച്ചിരി ചാണാൻ എടുക്കണം കേട്ടോ. ഈ ചാണകം കണ്ടിട്ട് അയ്യെന്നാക്കണ്ട ആരും കേട്ടോ. അങ്ങനെ ചാണാനും പിന്നെ നമുക്ക് തുമ്പ കിട്ടിയില്ല, പിന്നെ മുക്കൂറ്റിയും അതേപോലെ തന്നെ തുളസിയും പിന്നെ ഒരു മഞ്ഞ പൂവും പിച്ചി കേട്ടോ. ഇവിടെ വലുതായിട്ട് പൂവില്ല, എന്നാലും എവിടുന്നെങ്കിലൊക്കെ കുറച്ച് ശേഖരിച്ചുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ തുമ്പ കിട്ടിയില്ല. പിന്നെ നമ്മൾ തറയിൽ വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചാണാൻ തളിച്ചിട്ട്, പണ്ടൊക്കെ ആണെങ്കിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെയൊക്കെ ഒരു +2 10 ആ സമയത്തൊക്കെ ആണെങ്കിൽ രാവിലെ എണീച്ച് എല്ലാം തലേന്നൊക്കെ പോയി സന്ധ്യക്കൊക്കെ പോയി എവിടുന്നെങ്കിലുമൊക്കെ പൂവും ഇലയൊക്കെ ശേഖരിച്ചുകൊണ്ട് വരും കേട്ടോ. വന്നിട്ട് അത്ത 1 തൊട്ട് 10 ദിവസം വരെ നമ്മൾ അത്തപ്പൂ ഇടും കേട്ടോ. അതൊക്കെ ഒരു കാലമായിരുന്നു. ഇന്നത്തെ കാലത്ത് ആർക്കും അത്തപ്പൂ ഇടാനും വയ്യ. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ അല്ലാത്ത അത്തപ്പൂവിൻ്റെ മറ്റേ ചവിട്ടി പോലത്തെ സംഭവം ഉണ്ട്, അത് മേടിച്ച് എല്ലാവരും ഇടുന്നത്. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇങ്ങനെയായിരുന്നു കേട്ടോ. എന്താ രാവിലെ പോയി പൂവൊക്കെ ശേഖരിച്ചുകൊണ്ട് വരും. വെളുപ്പിനെ 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങും. അതുപോലെ ഒന്നെങ്കിൽ തലേന്ന് വൈകുന്നേരം പോയി പൂവും ഇലകൾ കളർ ഇലകളൊക്കെ വെച്ചുകൊണ്ട് വന്നിട്ട് അരിഞ്ഞ് കുഞ്ഞരിഞ്ഞ് ഓരോരോ പേപ്പറിനകത്തൊക്കെ പൊതിഞ്ഞ് വെക്കും. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ചാണകം തളിച്ച് അത്തപ്പൂ ഇടും. അങ്ങനെയായിരുന്നു ഇടുന്നത്. അങ്ങനെ നമ്മൾ അത്തപ്പൂ ഒക്കെ ഇട്ടിട്ടോ. അങ്ങനെ പിന്നെ വിളക്കും രാവിലെ കത്തിച്ച് ഈശ്വരനോട് പ്രാർത്ഥിച്ച് അങ്ങനെ നല്ലൊരു ഓണമായിരിക്കട്ടെ അല്ലേ എല്ലാവർക്കും. അങ്ങനെ അത്തം നമുക്ക് ഓണം അങ്ങ് എത്തി ഇല്ലേ, മുറ്റത്തെത്തിയെന്ന് പറയാം. അടുത്ത വീട്ടിൽ കാണാവേ, ബൈ.